നമ്മുടെ യൂട്യൂബർ അജു അലക്സ്, അതായത് ചെകുത്താൻ, അവൻ ചെയ്ത ഒരു കാര്യം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം. ഒരു 8-10 മാസം മുമ്പ് ഇതല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാവരിടത്തും ഞാൻ തുറന്നു പറഞ്ഞതല്ലേ. എല്ലാ ചാനലിലെയും ചർച്ച നടന്നു. ഞാൻ എന്താ ശ്രമിച്ചത്, ഞാൻ എന്താ ചെയ്തത്, ഞാൻ എന്ത് പാവമാ ചെയ്തത് പറയൂ. അന്ന് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ഇവൻ ഒരു വിഷമാണ്, ചെയ്യുന്നത് പ്രവൃത്തികളെല്ലാം മോശമാണ്, വേണ്ട നിർത്തണം പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷെ എല്ലാ മീഡിയയിലും എന്തൊക്കെ ന്യൂസ് വന്നു. തോക്കെടുത്തു, വയലൻസ് ചെയ്തു, പോട്ടെ. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കി. പക്ഷെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വയനാടെന്ന് പറയുന്നത് ഈ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റോടെ പ്രശ്നമാണോ? ഇല്ല. ഇതൊരു ഹ്യൂമാനിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ്. ഒരു വലിയ ഒരു ഡിസാസ്റ്റർ നടന്നിരിക്കുന്നു. മനുഷ്യനുക്ക് നടന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ അത് കേരളയിൽ സംഭവിച്ചു പോയി. അപ്പൊ അതിനുവേണ്ടി മിലിറ്ററിയും ഒരുപാട് പേര് എല്ലാ സ്റ്റേറ്റിലിരുന്നും എല്ലാ നാട്ടിലിരുന്നും ഇതിനു വേണ്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് വേണ്ടിയും കേരള മക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും. ഇത് മറ്റവരുടെ പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരുടെ പ്രശ്നമാണ്. അതിലേയും കയറി ഒരു കമന്റ് അടിച്ച് ഇത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അജു അലക്സ്. ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞതല്ലേ. 8-10 മാസം മുമ്പ്. ശരി, ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തെടുക്കണം. അത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് എന്താ സംഭവിച്ചത്, എൻ്റെ കുടുംബത്തിന് എന്തൊക്കെ വേദന വന്നു, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ജീവിതത്തിൽ. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ കുറിച്ച് ലാലേട്ടൻ ഒരു 3 കോടി രൂപ കൊടുത്തു. ഒരുപാട് ഇത് അറിയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, അറിയാത്ത കാര്യങ്ങൾ കുറേ ഉണ്ട്. ഞാൻ പറയുന്നത് ഒരേ ഒരു ചെറിയ ഒരു കാര്യമാണ്. ചെറിയ ഒരു കാര്യം ചിന്തിക്കുക. നന്മ ചെയ്യുന്നവർ ചെയ്യാത്തവരെ കുറിച്ച് ഏതെങ്കിലും കമന്റ് പറയുന്നുണ്ടോ? ഇല്ല. ചെയ്യാത്തവരെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടോ? ചെയ്യുന്നവർ. പിന്നെ എന്തിനാ ചെയ്യാത്തവർ മാത്രം ചെയ്യുന്നവരെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുക, ഒരു വ്യക്തിത്വത്തെ അറ്റാക്ക് ചെയ്യുക, അവർ കുടുംബം, അവരുടെ ഭാര്യ, മക്കള്. പടത്തെക്കുറിച്ച് റിവ്യൂ ചെയ്, ഒരു പ്രശ്നമില്ല. ആക്ടിങ്ങിനെ കുറിച്ച് റിവ്യൂ ചെയ്, അതെല്ലാവർക്കും റൈറ്റ്സ് ഇருக்கு. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്, എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു. ഒന്ന് മനസാക്ഷി തൊട്ട് നിങ്ങൾ നോക്കുക. ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അജു അലക്സ്. ബഹുമാനപ്പെട്ട ആക്ടർ സിദ്ദിഖ് സാർ, ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്ന സിദ്ദിഖ് സാർ വന്നിട്ടുണ്ട്, ജയിച്ചു. ഇതേപോലെ ഇന്നൊരു യൂട്യൂബർക്ക് ഞാനാണ് കേസ് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ്, കേരള പോലീസ് സീരിയസ് ആയിട്ട് എടുത്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോഴും ഞാൻ എന്താ പറഞ്ഞത്, ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അല്ല, കുറച്ച് നന്നാവട്ടേന്ന്. അതിനു വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് എടുത്തതിന്. ഇന്നലെയും ഒരു പോസ്റ്റ് ഇടാൻ പോയി, ഇമ്മീഡിയറ്റ് ഡിലീറ്റ് ചെയ്തു. ആ സന്തോഷ് വർഗി എന്ന് പറയുന്ന ഒരാൾ. ശരി, അയാൾക്ക് എന്തെങ്കിലും ഒരു മാനസികാവസ്ഥ നമുക്ക് വിടാം. ബട്ട് സർട്ടൻ പീപ്പിൾ, കുറച്ച് പേര് നമുക്ക് இந்த ഭൂമിക്ക് ഒരു വിഷമായിട്ടിരിക്കുന്നു. അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. നടൻ സിദ്ദിഖ് സാർ എടുത്ത സ്റ്റെപ്പ് ഏറ്റവും കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട പോലീസ് എടുത്തിരിക്കുന്ന സ്റ്റെപ്പും അറസ്റ്റ് ചെയ്തെന്നാണ് ന്യൂസ് വരുന്നത്. കറക്റ്റ് സ്റ്റെപ്പാണ്. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ ഒരു കാര്യത്തിലും തർക്കങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, വഴക്ക് വരാം. പക്ഷേ ഒരു കോമൺ പ്രശ്നം എന്ന് വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. സ്നേഹത്തോടെയും മനസ്സുകൊണ്ടും നമ്മൾ ഒന്നിച്ച് നിൽക്കും. അതാണ് ദൈവത്വം. അത് ചെകുത്താനക്ക് മനസ്സിലാവില്ല, സാത്താനക്ക് അത് മനസ്സിലാവില്ല. ഞാൻ ഏത് ലൈവിലും ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത്. എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുപോലെ ആളുകൾ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞോടാ. ഞാൻ നന്മ ചെയ്തിട്ടും ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടും നിങ്ങൾക്ക് അറിഞ്ഞോടാ. ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ പാണ്ഡ്യന് കുറേ പേര് എന്നെ ഇൻസൾട്ട് ചെയ്യും. ആയിക്കോട്ടെ, എൻ മരണം വരെ ഞാൻ ചെയ്യേണ്ട കടമ ഈ ഭൂമിക്ക് ഞാൻ ചെയ്യും. അത് എൻ്റെ മരിച്ചുപോയ അച്ഛനൊക്കെ ഞാൻ പറഞ്ഞ വാക്കാണ്. നിങ്ങൾ എന്ത് വിളിച്ചാലും മതി. പാണ്ഡ്യനെ വിളിച്ചോ, വരുത്തന്നെ വിളിച്ചോ, കുഴപ്പമില്ല.
ഇത് ഇന്നത്തോടു കൂടി നിയമപരമായിട്ട് ഇത് അവസാനിക്കണം. ഇതുപോലെ ആളുകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ വയ്ക്കണം. ഇത് എനിക്ക് മാത്രമല്ല, മോഹൻലാൽ പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു ഇന്ത്യൻ മിലിറ്ററിനെ ഇൻസൾട്ട് ചെയ്തു അങ്ങനത്തെ ഒരു കാര്യമായിട്ട് മാത്രം എടുക്കരുത്. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇത് ഹ്യൂമാനിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില വശങ്ങളെ വളർത്തി വിടരുത്. ഏത് ചാനലിലും എന്നെ വിളിച്ചാൽ ധൈര്യമായിട്ട് സംസാരിക്കാൻ ഞാൻ റെഡിയാണ് ഈ കാര്യത്തിന് വേണ്ടി. അതേപോലെ ഇത് കാണുന്ന എല്ലാവരിടത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക, 100% ചെയ്യുക. ഇന്നേരത്ത് സഹായം ആർക്കെങ്കിലും വേണമെങ്കിൽ ഓപ്പണായിട്ട് ചോദിക്കാനുള്ള ഒരു തെറ്റുമില്ല. ഓപ്പണായിട്ടും ചെയ്യാം. 4 പേരെ സഹായിക്കുന്നത് 4 പേര് കറിയട്ടെ. അറിഞ്ഞാലല്ലേ ലാലേട്ടൻ ചെയ്യുന്നുണ്ട്, നമുക്കും ചെയ്യണമെന്നുള്ള ഒരു എൻകറേജ്മെന്റ് വരും. ലാലേട്ടൻ കളത്തിൽ ഇറങ്ങുന്നുണ്ട്, ഡയറക്റ്റായിട്ട് പോകുന്നുണ്ട്, അത്രയും റിസ്ക് എടുത്ത് ഒരു നടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? ഓ, നമുക്ക് ഇറങ്ങണം, നമ്മളും ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് ചെയ്യും. സഹായം വേണമെങ്കിൽ ഓപ്പണായിട്ട് ചോദിക്കുക. എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. அந்த ചെകുത്താന് അജു അലക്സ എനിക്ക് പേഴ്സണൽ ഗ്രജ് ഒന്നുമില്ല. സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. പക്ഷേ എനിക്ക് എന്നോട് ഒരു ചെറിയ ബഹുമാനം തോന്നുന്നുണ്ട്. ഇതല്ലേ പിന്നെയും പറയണേ, ഇതല്ലേ ഞാൻ 10 മാസം മുമ്പ് ഉറക്കെ പറഞ്ഞത് ഈ ലോകത്തോട്. കേരളത്തിൽ മാത്രമല്ല, എല്ലാവരിടത്തും ഞാൻ തുറന്നു പറഞ്ഞതല്ലേ. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? മനസാക്ഷി തൊട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനിയും ബാലയെ കൊണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.